നമസ്കാരം. പ്രധാന വാർത്തകൾ. എസ് അജയകുമാറിനെ തള്ളി സിപിഎം പാലക്കാട് ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തെ സെക്രട്ടറി തള്ളിപ്പറഞ്ഞത് സിപിഐക്കും ബിനോയ് വിശ്വത്തിനുമെതിരെ മണ്ണൂരിൽ അജയകുമാർ നടത്തിയ പരാമർശം വിവാദമായതോടെ സിപിഎമ്മും സിപിഐയും സഹോദരതുല്യമായാണ് സഹകരിക്കുന്നതെന്നും അജയകുമാർ പ്രസംഗത്തിന്റെ ആവേശത്തിൽ പറഞ്ഞുപോയതാകാമെങ്കിലും അത്തരം പരാമർശങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും എൻ സുരേഷ് ബാബു. തദ്ദേശ സ്ഥാപനങ്ങളിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ രൂപീകരണം പുരോഗമിക്കുന്നു. ഒറ്റപ്പാലം നഗരസഭയിലെ 6-ൽ 5 സ്ഥിരം സമിതികളിലും സിപിഎമ്മിന് ഭൂരിപക്ഷം. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പിടിച്ചെടുത്ത് ബിജെപി. ഷൊർണൂരിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയായില്ല. ധനകാര്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതികളിലേക്ക് നോമിനേഷൻ വരാത്ത സാഹചര്യത്തിൽ വ്യാഴാഴ്ച തെരഞ്ഞെടുപ്പ് നടത്തും. മദ്യദിന പേരിടൽ മത്സരം ചട്ടലംഘനമെന്ന് ഗാന്ധി ദർശൻ സമിതി. പരസ്യം പിൻവലിച്ച് എക്സൈസ് മന്ത്രി എം ബി രാജേഷ് മാപ്പു പറയണം. പാലക്കാട്ട് സമിതിയുടെ പ്രതിഷേധ സംഗമം. പനമണ്ണ ഇത്തിയാൻ മലയിലെ ക്വാറി പ്രവർത്തനത്തിനെതിരെ ജനകീയ സമിതി. ക്വാറി പ്രവർത്തനം ജീവനും സ്വത്തിനും ഭീഷണിയെന്ന് സമിതി ഭാരവാഹികൾ. ക്വാറിയിലേക്ക് ബഹുജന മാർച്ച്. അടാട്ട് അമ്പലക്കാവിൽ അമ്മയെയും 5.5 വയസ്സുകാരനായ മകനെയും വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് 30 വയസ്സുള്ള ശില്പ, മകൻ അക്ഷിജിത്ത് എന്നിവർ. കുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം അമ്മ ജീവനൊടുക്കിയതാണെന്ന് പ്രാഥമിക നിഗമനം. ഷൊർണൂർ കവളപ്പാറയിൽ നിയന്ത്രണം വിട്ട കാറിടിച്ച് ഒരാൾക്ക് പരിക്ക്. വടക്കാഞ്ചേരി സർവോദയം സ്കൂളിൽ കടന്നൽ ആക്രമണം. 14ഓളം വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. പാലക്കാട് നഗരത്തിലെ തിരക്കേറിയ ഹോട്ടലിൽ നിന്ന് വില കൂടിയ മൊബൈൽ ഫോൺ കവർന്ന യുവതി അറസ്റ്റിൽ. പിടിയിലായത് 30-കാരിയായ കൽപ്പാത്തി സ്വദേശിനി വിദ്യ അമ്പാൾ. പ്രതി കുടുങ്ങിയത് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിൽ. PROക്കെതിരായ പരാതി പൂഴ്ത്തിവെച്ച് ഗുരുവായൂർ ദേവസ്വം അധികൃതർ പൂഴ്ത്തിവെച്ചത് മാധ്യമപ്രവർത്തകർക്ക് വിവരങ്ങൾ നൽകാത്തതിനെതിരെ പ്രസ് ക്ലബ് നൽകിയ പരാതി. ഇപ്പോഴും ദേവസ്വം PRO വിവരങ്ങൾ കൈമാറുന്നത് ഒരു വിഭാഗം മാധ്യമപ്രവർത്തകർക്ക് മാത്രം. വാർത്തകൾ വിശദമായി. എസ് അജയകുമാറിനെ തള്ളി സിപിഎം ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു. സിപിഐയെയും സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെയും മണ്ണൂരിൽ പ്രസംഗത്തിനിടെ പരിഹസിച്ച സംഭവത്തിലാണ് സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ അജയകുമാറിനെ സെക്രട്ടറി തള്ളിപ്പറഞ്ഞത്. കഴിഞ്ഞ ദിവസം മണ്ണൂരിൽ നടന്ന കെ കരുണാകരൻ അനുസ്മരണത്തിലാണ് അജയകുമാർ സിപിഐക്കും ബിനോയ് വിശ്വത്തിനുമെതിരെ വിമർശനമുന്നയിച്ചത്. ബിനോയ് വിശ്വം പെരുമാറുന്നത് 4ാംകിട നേതാവിനെ പോലെയാണെന്നും സംസ്ഥാനത്ത് 5% വോട്ട് മാത്രമുള്ള സിപിഐക്ക് ഒരു പഞ്ചായത്തിൽ പോലും ജയിക്കാൻ ശേഷിയില്ലെന്നുമായിരുന്നു അജയകുമാറിന്റെ വിമർശനം. സിപിഐയെ വിമർശിച്ച അജയകുമാറിന് മാനസിക വിഭ്രാന്തിയാണെന്നും 100 വർഷം പിന്നിടുന്ന സിപിഐയെ വിമർശിക്കുന്നതിനു മുമ്പ് സിപിഎമ്മിന്റെ വളർച്ചയെക്കുറിച്ചും ചരിത്രവും പഠിക്കണമെന്ന് സിപിഐ ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസ് കഴിഞ്ഞ ദിവസം തിരിച്ചടിച്ചിരുന്നു. ഓർക്കാപ്പുറത്ത് പോലും ബിനോയ് വിശ്വത്തിനെതിരെ പറയാൻ പാടില്ലെന്നും പ്രസംഗത്തിന്റെ ആവേശത്തിൽ പറഞ്ഞതാണെങ്കിലും അംഗീകരിക്കാനാകില്ലെന്നും സിപിഎമ്മും സിപിഐയും സഹോദരതുല്യമായാണ് സഹകരിക്കുന്നതെന്നുമായിരുന്നു സിപിഎം ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബുവിൻ്റെ പ്രതികരണം. ഞങ്ങൾ ഒരു മുന്നണിയിൽപ്പെട്ട പാർട്ടിയാണല്ലോ, LDFനകത്തുള്ള പാർട്ടികളാണ് സിപിഎമ്മും സിപിഐയും. യഥാർത്ഥത്തിൽ ഈ CPI-CPM ബന്ധമെന്ന് പറയുന്നത് സഹോദരതുല്യമായിട്ടുള്ള ബന്ധമാണ്. ആ ബന്ധത്തിന് ഇടിവ് വരുത്തുന്ന ഒരു പ്രസ്താവനയും പാർട്ടിക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അത് തെറ്റായ ഒരു രീതിയാണ്. ഏത് സന്ദർഭത്തിലാണെങ്കിലും അത്തരം പ്രസ്താവന ആരുടെ ഭാഗത്ത് വന്നാലും അത് പാർട്ടി തള്ളിക്കളയുകയാണ്. അതൊരിക്കലും അംഗീകരിക്കാൻ. മാത്രമല്ല, CPIയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് സഖാവ് വിനോയ് വിശ്വം. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യവും രാഷ്ട്രീയ പ്രബുദ്ധതയൊക്കെ ഈ കേരളീയ സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനെ പോലുള്ള ഒരാളെയെല്ലാം അറിയാതെ പോലും ആക്ഷേപിക്കുന്നത് തെറ്റാണ്. മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും അറിയാതെ പോലും അങ്ങനത്തെ ഒരു മനസ്സ് രൂപപ്പെടാൻ പാടില്ല. അത് തെറ്റായ രീതിയാണ് വന്നിട്ടുള്ളത്. അതൊരിക്കലും CPMനെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കപ്പെടുന്ന കാര്യമല്ല. അതേസമയം അജയകുമാറിന് മാനസിക വിഭ്രാന്തിയാണെന്ന സുമലത മോഹൻദാസിന്റെ പ്രതികരണത്തിനെതിരെ സുരേഷ് ബാബു പ്രതികരിച്ചില്ല. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂരിൽ കവളപ്പാറ ഇറുപ്പേശിവ ക്ഷേത്രത്തിന് സമീപം നിയന്ത്രണം വിട്ട കാറിടിച്ച് അപകടം. ബുധനാഴ്ച ഉച്ചയ്ക്കായിരുന്നു സംഭവം. ഒരാൾക്ക് പരിക്കേറ്റു.
കവളപ്പാറ എരുപ്പേക് ശിവക്ഷേത്രത്തിന് സമീപം ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:30 മണിക്കും 2:00 ഇടയിലായിരുന്നു വാഹനാപകടമുണ്ടായത്. ഒറ്റപ്പാലത്തു നിന്നും കാളപ്പാറയിലെ വീട്ടിലേക്ക് വരികയായിരുന്ന അഡ്വക്കേറ്റ് ബിന്ദു സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം തെറ്റിയ കാർ വീടിന്റെ മതിലിലും ഗേറ്റിലും ഇടിക്കുകയായിരുന്നു. ഇടിച്ചിനെ തുടർന്ന് കാർ മറിഞ്ഞു. ഉച്ചത്തിൽ ശബ്ദം കേട്ട് താൻ ഓടിയെത്തിയപ്പോൾ കാർ പാതയിൽ തലകീഴായി മറിഞ്ഞുകിടക്കുകയാണെന്നും 2 പേർ കാറിനുള്ളിൽ ഉണ്ടായിരുന്നതായും ഇതിൽ ഒരാൾക്ക് പരിക്കേറ്റതായും വീട്ടിലുണ്ടായിരുന്ന നളിനി STVയോട് പറഞ്ഞു. ഞാനവിടെ വീട്ടിൽ ഇസ്തിരിടുന്ന സമയത്ത് സൗണ്ട് കേട്ട് വന്ന് നോക്കുമ്പോൾ കാർ ഇടിച്ച് ഗേറ്റൊക്കെ തകർന്ന് കിടക്കണം. അങ്ങനെ ഓടിപ്പോയി നോക്കുമ്പോൾ 4 ചക്രമായിട്ട് വണ്ടി മേലെ കിടക്കുക, തെക്കുവടക്കായിട്ട് കിടക്കുക. അങ്ങനെ വന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ 2 സ്ത്രീകൾ അവരെയൊക്കെ രക്ഷപ്പെടുത്തി അവിടുന്ന് അവർ ഹോസ്പിറ്റലിൽ പറഞ്ഞു വിട്ട് വണ്ടിയിൽ കാറിൽ കയറ്റിയിട്ട്. നാട്ടുകാരനെയാണോ? നാട്ടുകാരനെ എല്ലാവരും കൂടി അപ്പോഴേക്കും ഇവിടെ നിറയെ ജനങ്ങളുണ്ടായിരുന്നു. പിന്നെ വണ്ടിയൊക്കെ തിരിച്ച് അപ്പോഴേക്കും പോലീസിനെ വിളിച്ച് വണ്ടി തിരിച്ച് നിർത്തി. അവരെ പോയി ഹോസ്പിറ്റലിൽ. അഭിഭാഷക ഉൾപ്പെടെ 2 പേരാണ് കാറിൽ സഞ്ചരിച്ചിരുന്നത്. അപകടവിവരം അറിഞ്ഞ് സമീപവാസികളും ഷൊർണൂർ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. സാരമായി പരിക്കേറ്റ അഭിഭാഷക പിന്നീട് കണ്ണിയമ്പുറം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. അപകട സമയത്ത് മറ്റു വാഹനങ്ങളൊന്നും റോഡിൽ ഇല്ലായിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. കുളപ്പള്ളി ഷൊർണൂർ പാതയിൽ റോഡ് തകർന്നു കിടക്കുന്നതിനാൽ പല വാഹനങ്ങളും ഈ വഴിയാണ് ഷൊർണൂരിലേക്ക് പോകാറുള്ളത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വടക്കാഞ്ചേരി സർവോദയം സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് കടന്നൽ കുത്തേറ്റു. ഉച്ചയോടെയായിരുന്നു സംഭവം. പരിക്കേറ്റ 14ഓളം വിദ്യാർത്ഥികളെ പ്രാഥമിക ചികിത്സ നൽകി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. വനമേഖലയിൽ നിന്നെത്തിയ കടന്നലുകളാണ് കുട്ടികളെ ആക്രമിച്ചത്. സ്കൂൾ പരിസരത്ത് തീയിട്ട് പുകപടലങ്ങൾ ഉയർത്തിയാണ് കടന്നലുകളെ തുരത്തിയത്. സ്കൂളിൻ്റെ ബാക്കിൽ നിൽക്കണ ഫോറസ്റ്റ് ഏരിയയിൽ പെട്ട ഒരു പുറമ്പോക്ക് ഭൂമിയിൽ നിന്ന് അവിടെ ഒരു പനയുടെ മുകളിലാണ് തേനീച്ചകൾ കൂട് അങ്ങനെ ആൾക്കാർ കണ്ടെത്തിയത്. അവിടെ നിന്നും ഒരു കാട്ടിലോ എന്തോ കുറേ തേനീച്ചകൾ നമ്മുടെ സ്കൂളിലേക്ക് വരികയും കുട്ടികൾ പുറത്ത് കുറച്ച് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ആ കുട്ടികളുടെ മേലെ കുത്തുകയുമാണ് ഉണ്ടായത്. അപ്പോൾ തന്നെ കുട്ടികൾക്ക് നമ്മൾ പ്രാഥമിക ശുശ്രൂഷ കൊടുക്കാനായിട്ട് അവരെ നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ഇപ്പോഴും കുട്ടികളെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇവിടെ ഹെൽത്തിൽ നിന്ന് നമ്മുടെ തൊട്ടടുത്ത മുണ്ടത്തിക്കോട് ഹെൽത്ത് സെൻ്ററിൽ നിന്ന് ഡോക്ടർമാർ വന്നു കുട്ടികളെ പരിശോധിച്ചു, ഫോറസ്റ്റുകാർ വന്നു. അങ്ങനെ എല്ലാവരും വന്നിട്ട് എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. ഒറ്റപ്പാലം നഗരസഭയിലെ 6-ൽ 5 സ്ഥിരം സമിതികളിലും CPM-ന് ഭൂരിപക്ഷം. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ BJP-ക്ക് ഭൂരിപക്ഷം ലഭിച്ചു. ധനകാര്യ സ്ഥിരം സമിതിയുടെ അധ്യക്ഷ പദവി നഗരസഭാ ഉപാധ്യക്ഷനാകുമെന്നിരിക്കെ അംഗങ്ങളുടെ ഭൂരിപക്ഷത്തിന് പ്രസക്തിയില്ല. ഇതിനു പുറമെ ആരോഗ്യം, പൊതുമരാമത്ത്, ക്ഷേമകാര്യം, വികസന സ്ഥിരം സമിതികളിലാണ് CPM-ന് ഭൂരിപക്ഷം ലഭിച്ചത്. കൗൺസിലിൽ 12 അംഗങ്ങളുള്ള BJP വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഭൂരിപക്ഷം ഉറപ്പിച്ചു. 6-അംഗ സമിതിയിൽ BJP-ക്ക് 3 അംഗങ്ങളുണ്ട്. ഇവിടെ UDF-ന് 2-ഉം CPM-ന് 1-ആളുമാണുള്ളത്. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ 4 ഒഴിവുകളിലേക്കും വികസന സ്ഥിരം സമിതിയിലെ 2 ഒഴിവുകളിലേക്കും അംഗങ്ങളെ ഉൾപ്പെടുത്താൻ വ്യാഴാഴ്ച രാവിലെ 10:30 വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തും. BJP-യിലെ 5-ഉം UDF-ലെ 1 അംഗവുമാണ് നിലവിൽ കമ്മിറ്റികളിൽ ഒന്നിലും ഇടം പിടിക്കാതെ പുറത്തു നിൽക്കുന്നത്. ഒഴിവുകളിൽ ഇവരെ ഉൾപ്പെടുത്തുന്നതോടെ സ്ഥിരം സമിതി തെരഞ്ഞെടുപ്പ് പൂർത്തിയാകും. സബ് കളക്ടർ അഞ്ജിത് സിംഗ് ആണ് വരണാധികാരി. സ്ഥിരം സമിതി അധ്യക്ഷരുടെ തെരഞ്ഞെടുപ്പ് 12-ന് നടക്കും. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂർ നഗരസഭയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ബുധനാഴ്ച പൂർത്തിയായില്ല. ധനകാര്യ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് നോമിനേഷൻ വരാത്ത സാഹചര്യത്തിലായിരുന്നു ഇത്. വ്യാഴാഴ്ച തെരഞ്ഞെടുപ്പ് നടത്തും. ധനകാര്യം, വിദ്യാഭ്യാസം എന്നീ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്ക് അംഗങ്ങളുടെ നോമിനേഷൻ ഇന്ന് വരാത്ത സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിയാതെ വീണ്ടും വ്യാഴാഴ്ചത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നത്. രാവിലെ 11-ന് ROയുടെ സാന്നിധ്യത്തിൽ നടപടിക്രമങ്ങൾ ആരംഭിക്കും. ഇന്ന് 4 സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കുള്ള അംഗങ്ങളെ പ്രഖ്യാപിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് സൗമ്യയെയും, ക്ഷേമകാര്യത്തിലേക്ക് സിന്ധുവിനെയും, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് C സന്ധ്യയെയും, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് രജിതയെയും തെരഞ്ഞെടുത്തതായി റിട്ടേണിംഗ് ഓഫീസർ അറിയിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മംഗളൂർ പഞ്ചായത്ത് ഭരണസമിതിയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരെ ഈ മാസം 13-ന് തെരഞ്ഞെടുക്കും. ഇന്ന് വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്കുള്ള അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന നടപടിക്രമങ്ങൾ പൂർത്തിയായി. 4 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളാണ് പഞ്ചായത്തിലേക്കുള്ളത്. ഇതിലേക്ക് ആവശ്യമായ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന നടപടിക്രമങ്ങൾ ബുധനാഴ്ച റിട്ടേണിംഗ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ പൂർത്തിയാക്കി. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് പ്രിയ പ്രശാന്ത്, വിനിത, സഹീന, റജില, അഹമ്മദ് കബീർ, ജുനൈദ് എന്നിവരെ തിരഞ്ഞെടുത്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായി ഗീത,
ഷാഹിന, സാജിദ, MP വിജയകുമാർ, മുഹമ്മദ് ഷഫീഖ്, ശ്രീകുട്ടൻ എന്നിവരെയും തിരഞ്ഞെടുത്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായി ഷക്കീല, അശോകൻ, സുബൈർ, സുധീഷ്, സൽമത്ത്, അനില എന്നിവരെയും തിരഞ്ഞെടുത്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായി യമുന ദേവി, ഫസുൽ ആബിദ്, സത്യജിത്ത്, PK ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, ഗിരിജ എന്നീ അംഗങ്ങളെയും തിരഞ്ഞെടുത്തു. ഈ മാസം 13-ന് അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കാനുള്ള നടപടിക്രമങ്ങൾ നടക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മദ്യത്തിന് പേരിടൽ മത്സരം ചട്ടലംഘനമെന്ന് ഗാന്ധി ദർശൻ സമിതി. പരസ്യം പിൻവലിച്ച് എക്സൈസ് മന്ത്രി മാപ്പു പറയണമെന്നാവശ്യപ്പെട്ട് പാലക്കാട്ട് സമിതി ജില്ലാ കമ്മിറ്റി പ്രതിഷേധ സംഗമം നടത്തി. പുതുതായി നിർമ്മിക്കുന്ന മദ്യത്തിന് പേരും ലോഗോയും നിർദ്ദേശിക്കാൻ പൊതുജനങ്ങൾക്ക് പാരിതോഷികം നൽകി നടത്തുന്ന മത്സരം നഗ്നമായ അബ്കാരി ചട്ടലംഘനമാണെന്നും അത് പിൻവലിക്കണമെന്നും എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് മാപ്പു പറയണമെന്നും ഗാന്ധി ദർശൻ സമിതി ആവശ്യപ്പെട്ടു. സറോഗേറ്റ് അഡ്വർടൈസ്മെന്റ് ആണിത്. മദ്യത്തിന് പരസ്യം പാടില്ല എന്ന നിയമവ്യവസ്ഥയുടെ നഗ്നമായ ലംഘനമാണ് ബെവ്കോയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കും വിധം പുതിയൊരു ബ്രാൻഡിന് പേരും ലോഗോയും നിർദ്ദേശിക്കാനുള്ള അവസരം കുട്ടികൾക്കും പൊതുസമൂഹത്തിനും തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്ന് സമിതി നേതാക്കൾ ചൂണ്ടിക്കാട്ടി. കേരളം ഒരു മദ്യ സംസ്ഥാനമാക്കി മാറ്റിയെടുക്കുന്നതിൻ്റെ ഭാഗമായി സർക്കാരും ബെവ്കോയും ഒത്തുചേർന്ന് മേനോമ്പാറയിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന മദ്യത്തിന് പേര് നൽകണമെന്ന അഡ്വർടൈസ്മെൻറ്റോടുകൂടി നമ്മുടെ സാംസ്കാരിക രംഗത്തെ ജീർണതയാണ് വിളിച്ചോളുന്നത്. മാത്രമല്ല, ഓരോ ദിവസങ്ങളിലും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും പേരിൽ ഉണ്ടാകുന്ന ക്രൈം കേരളത്തിൻ്റെ റെക്കോർഡ് ഉപയോഗിച്ചിരിക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരും ബെവ്കോയും നടത്തുന്ന ഈ നീചമായ പ്രവൃത്തിക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കോട്ടമൈതാനത്തെ രക്തസാക്ഷി മണ്ഡപത്തിൽ നടത്തിയ പ്രതിഷേധ സംഗമം സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ബൈജു വടക്കുംപുറം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് M ഷാജു അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി രാജൻ മുണ്ടൂർ, പ്രൊഫസർ ലക്ഷ്മി പത്മനാഭൻ, M ബാലകൃഷ്ണൻ, T രാജൻ, MC സജീവൻ, K ശശീന്ദ്രൻ, K രവീന്ദ്രൻ, PM മുരളീധരൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. PROയ്ക്ക് എതിരായ പരാതി പൂഴ്ത്തിവെച്ച് ഗുരുവായൂർ ദേവസ്വം. മാധ്യമപ്രവർത്തകർക്ക് വിവരങ്ങൾ നൽകാത്തതിനെതിരെ പ്രസ് ക്ലബ്ബ് നൽകിയ പരാതിയാണ് ദേവസ്വം പൂഴ്ത്തിയത്. ഒരു വിഭാഗം മാധ്യമപ്രവർത്തകർക്ക് മാത്രമാണ് ഇപ്പോഴും ദേവസ്വം PRO വിവരങ്ങൾ കൈമാറുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ PROയ്ക്കെതിരെയാണ് നിരന്തരം പരാതികൾ ഉയരുന്നത്. മാധ്യമപ്രവർത്തകർക്ക് കൃത്യമായ വിവരങ്ങൾ നൽകാത്ത PROയുടെ ശൈലി ചൂണ്ടിക്കാട്ടി പത്രപ്രവർത്തക യൂണിയൻ ഗുരുവായൂർ ദേവസ്വത്തിന് നൽകിയിട്ടുള്ള പരാതിയിലും ഇതുവരെ നടപടിയായിട്ടില്ല. എല്ലാ മാധ്യമപ്രവർത്തകരെയും സമമായി കാണേണ്ട PRO വിവേചനപരമായുള്ള നടപടിയാണ് കൈക്കൊള്ളുന്നത്. മാധ്യമപ്രവർത്തകർ പല കാര്യങ്ങളും ചോദിച്ചറിയുന്നതിനു വേണ്ടി PROS വിളിച്ചാൽ ഫോൺ എടുക്കുകയോ തിരിച്ചു വിളിക്കുകയോ ചെയ്യാറില്ലെന്നാണ് പ്രധാന ആക്ഷേപം. VVIPകളുടെ സന്ദർശന വേളയിൽ അതിൻ്റെ വിവരങ്ങളും കൃത്യമായി നൽകാൻ PRO തയ്യാറാവുന്നില്ല. വാർത്തകൾ കൈമാറുന്നതിനു വേണ്ടി ദേവസ്വത്തിന് പ്രത്യേക വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടെങ്കിലും അതിലെല്ലാം PRO തൻ്റെ ഇഷ്ടക്കാരെയാണ് തിരികെ കയറ്റിയിട്ടുള്ളത്. വിവേചനപരമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന PROയ്ക്കെതിരെ പത്രപ്രവർത്തക യൂണിയൻ പരാതി നൽകിയിട്ടും ദേവസ്വം ചെറുവിരൽ പോലും അനക്കാൻ ഇതുവരെ തയ്യാറായില്ല. അതേസമയം PROയുടെ നിയമനം മുതൽ താഴോട്ടുള്ള എല്ലാ നിയമനങ്ങളിലും അടിമുടി ക്രമക്കേടുണ്ടെന്നും രാഷ്ട്രീയ നിയമനങ്ങളാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടക്കുന്നതെന്നും BJP ആരോപിക്കുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാലക്കാട് നഗരത്തിലെ തിരക്കേറിയ ഹോട്ടലിൽ നിന്ന് മൊബൈൽ ഫോൺ മോഷ്ടിച്ച യുവതി പിടിയിൽ. കൽപ്പാത്തി കൈലാസ് നഗറിൽ വിദ്യ അമ്പാളാണ് പോലീസിന്റെ പിടിയിലായത്. ഞായറാഴ്ചയാണ് മോഷണം നടന്നത്. CCTV പരിശോധനയിലൂടെയാണ് പ്രതിയായ യുവതിയെ പോലീസ് പിടികൂടിയത്. പാലക്കാട് കൽപ്പാത്തി കൈലാസ് നഗറിൽ 30 വയസ്സുള്ള വിദ്യ അമ്പാളാണ് ടൗൺ സൗത്ത് പോലീസിന്റെ പിടിയിലായത്. ഞായറാഴ്ച പകൽ 3 മണിയോടെയായിരുന്നു മോഷണം. KSRTC ബസ് സ്റ്റാൻഡിന് സമീപമുള്ള കപിലവസ്തു ഹോട്ടലിലെ ജനറൽ മാനേജർ ഗിരിശങ്കറിന്റെ മൊബൈലാണ് മോഷണം പോയത്. പാഴ്സൽ കൗണ്ടറിന് മുകളിൽ വെച്ചിരുന്ന മൊബൈൽ അല്പനേരം ശ്രദ്ധിക്കാതിരുന്നപ്പോഴേക്കും കാണാതാവുകയായിരുന്നു. ഗിരിശങ്കർ നൽകിയ പരാതിയിൽ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ പരിശോധനയിലാണ് യുവതി പിടിയിലായത്.
ഇവരിൽ നിന്ന് കളവുപോയ മൊബൈൽ ഫോൺ കണ്ടെടുത്തു. പ്രതി CBI ഉദ്യോഗസ്ഥ എന്ന പേരിൽ പല സ്ഥാപനങ്ങളിലും സ്വയം പരിചയപ്പെടുത്തി മോഷണത്തിന് പദ്ധതിയിട്ടിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. മോഷ്ടിച്ച ഫോൺ വിറ്റ കടയിൽ നിന്നാണ് വീണ്ടെടുത്തത്. ആഡംബര ജീവിതം നയിക്കാനാണ് യുവതി മോഷണം നടത്തുന്നത്. വിദ്യ മുമ്പും സമാന കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആരും പരാതിപ്പെടാൻ തയ്യാറാവാത്തതിനാൽ കേസുണ്ടായില്ല. വിലപിടിപ്പുള്ള വസ്തുക്കളല്ല മോഷ്ടിച്ചത് എന്ന കാരണത്താൽ വസ്തുക്കൾ നഷ്ടപ്പെട്ടവർ കേസുമായി മുന്നോട്ടു പോകുവാൻ താൽപ്പര്യപ്പെടാതിരിക്കുകയായിരുന്നു. ടൗൺ സൗത്ത് ഇൻസ്പെക്ടർ വിപിൻ കുമാർ, SI-മാരായ M. സുനിൽ, V. ഹേമലത, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുബി, സുരേഷ്, R. രാജീദ്, K. ഷാലു, സുരേഷ് ബാബു എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്. അറസ്റ്റ് ചെയ്ത യുവതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അഴാട്ട് അമ്പലക്കാവിൽ അമ്മയെയും 5.5 വയസ്സുകാരനായ മകനെയും വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കാനാട്ട് വീട്ടിൽ മോഹിത്തിന്റെ ഭാര്യ 30 വയസ്സുള്ള ശില്പ, മകൻ അഷിജിത്ത് എന്നിവരാണ് മരിച്ചത്. കുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം അമ്മ ജീവനൊടുക്കിയതാണെന്നാണ് പ്രാഥമിക നിഗമനം. സ്വകാര്യ ബാങ്ക് ജീവനക്കാരനായ ഭർത്താവ് മോഹിത്ത് പനിയും ജലദോഷവും മൂലം മറ്റൊരു മുറിയിലായിരുന്നു രാത്രി കിടന്നുറങ്ങിയിരുന്നത്. മോഹിത്തിൻ്റെ മാതാപിതാക്കളും ഒരുമിച്ചാണ് താമസം. രാവിലെയായിട്ടും കിടപ്പുമുറിയിൽ വാതിൽ തുറക്കാതെയായതോടെ നാട്ടുകാരെ വിവരമറിയിക്കുകയായിരുന്നു. ഒടുവിൽ ജനലിൻ്റെ ചില്ല് തകർത്ത് നോക്കിയപ്പോഴാണ് മകൻ കട്ടിലിൽ മരിച്ചു കിടക്കുന്നതും അമ്മ തൂങ്ങി മരിച്ചു നിൽക്കുന്നതുമായി കണ്ടെത്തിയത്. സംഭവത്തിൽ പേരാമംഗലം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വടക്കാഞ്ചേരി എങ്കക്കാട് സ്വദേശി പുതുക്കാട് ട്രെയിൻ തട്ടി മരിച്ചു. 58 വയസ്സുള്ള സുലൈമാനാണ് മരിച്ചത്. രാത്രി 12 മണിയോടെയായിരുന്നു അപകടം. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പനമണ്ണ ഇത്തിയാൻ മലയിലെ ക്വാറി പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് ജനകീയ സമിതി ആവശ്യമുന്നയിച്ച സമിതി നേതൃത്വത്തിൽ ബഹുജന പ്രതിഷേധ മാർച്ച് നടത്തി. മാർച്ച് ക്വാറി പരിസരത്തെത്തിയപ്പോൾ പുറമെ നിന്നൊരാൾ മൊബൈലിൽ വീഡിയോ പകർത്തിയത് പ്രകോപനത്തിനിടയാക്കി. ഞങ്ങളുടെ നാട്ടിലെ കല്ലും മണ്ണും ഞങ്ങളുടെ നാട്ടിലെ കല്ലും മണ്ണും കൊള്ളയടിക്കാൻ നോക്കണ്ട കൊള്ളയടിക്കാൻ നോക്കണ്ട കൊള്ളയടിക്കാൻ നോക്കണ്ട. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായ ഇത്തിയാൻ മലയിലെ കരിങ്കൽ ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെച്ച് മലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് ജനകീയ സമിതി നേതൃത്വത്തിൽ ബഹുജന പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. സൗത്ത് പനമണ്ണ പൊതുജന വായനശാല പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് ക്വാറി കവാടത്തിനു മുന്നിൽ പോലീസ് തടഞ്ഞു. സൗത്ത് പനമണ്ണ പൊതുജന വായനശാല പ്രസിഡന്റ് A. സതീഷ് കുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഇതിന് ഒരു തരത്തിലും വെച്ച് പൊറപ്പിക്കാൻ പറ്റില്ല. കാരണം വളരെ ചെറിയ ഒരു കൊച്ചു ഗ്രാമം, ഇവിടെ വെറും കൃഷി മാത്രം ഉപജീവനമായിട്ടുള്ള ഒരു പ്രദേശമാണിവിടെ. അതുപോലെ തന്നെ ഒരു ചരിത്രപ്രസിദ്ധമായ ഒരു നഗരമാണ് ഒറ്റപ്പാലം. ഈ ഒറ്റപ്പാലം നഗരസഭയിലെ വട്ടത്തിനുള്ളിൽ തന്നെ ഇവിടെ ഒരു ക്വാറി തുടങ്ങണം എന്നും അത് ഈ നാടിനെ മുഴുവൻ കുട്ടിച്ചോറാക്കണമെന്നുള്ളൊരു ഒറ്റ വാശിയിൽ ഏതോ ഒരുത്തം വന്ന് ഉടനെ ഈ പരിപാടി തുടങ്ങുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാം ഇത് ഇവിടെ നാടിനെ നശിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. ഏതോ ഒരു തരം വാശിയോ അല്ലെങ്കിൽ ഒരു വൈരാഗ്യമോ തീർക്കാൻ വേണ്ടി മാത്രം വന്ന പോലെയാണ് ഈ ക്വാറിയുടെ പ്രവർത്തനം ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. അല്ലാണ്ട് ഇതിലിപ്പോൾ അത്ര വലിയ ഒരു ക്വാണ്ടിറ്റി കിട്ടുന്ന കല്ലുള്ളൊരു സ്ഥലമാണെന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം ഒരു കൊച്ചു മല മാത്രമാണ് ഈ അനങ്ങമല അല്ല ഇത്തിയമല എന്ന് പറയുന്നത്. ഇതിനിടെ പ്രതിഷേധത്തിലില്ലാത്ത പുറത്തുനിന്നൊരാൾ മൊബൈലിൽ വീഡിയോ ചിത്രീകരിച്ചത് പ്രകോപനത്തിനിടയാക്കി. തുടർന്ന് പോലീസ് ഇടപെട്ട് വീഡിയോ ഡിലീറ്റ് ചെയ്തെന്ന് പറഞ്ഞ ശേഷമാണ് പ്രതിഷേധക്കാർ ശാന്തരായത്. വാർഡ് കൗൺസിലറും സമിതി ചെയർമാനുമായ അർച്ചന സജിത്ത് അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലറും കൺവീനറുമായ N. ഷിബു, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രതിനിധി IM. സതീശൻ, മറ്റ് ജനപ്രതിനിധികൾ, മുൻ കൗൺസിലർമാർ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, നാട്ടുകാർ തുടങ്ങിയവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കേരള ഗ്രാമീൺ ബാങ്ക് സ്വകാര്യവൽക്കരണത്തിനെതിരെ ഒറ്റപ്പാലത്ത് ബഹുജന കൂട്ടായ്മ സംഘടിപ്പിച്ചു. CPIM പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MR മുരളി ഉദ്ഘാടനം ചെയ്തു. കേരള ഗ്രാമീണ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ ആൻഡ് കേരള ഗ്രാമീണ ബാങ്ക് ഓഫീസേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായാണ് KGB സ്വകാര്യവൽക്കരണത്തിനെതിരെ ബഹുജന കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ഒറ്റപ്പാലം കേരള ബാങ്ക് ഹാളിൽ നടന്ന ബഹുജന കൂട്ടായ്മ
CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MR മുരളി ഉദ്ഘാടനം ചെയ്തു. പറയുമ്പോൾ നമ്മുടെ നാട് കേരളം ഇടതുപക്ഷ ആശയങ്ങൾക്ക് നല്ല അല്ലെങ്കിൽ ഇടതുപക്ഷ ആശയങ്ങളുടെ ബലമുള്ള അടിത്തറയുള്ള ഒരു നാടാണ് കേരളം എന്നാണല്ലോ ഇപ്പോൾ ചില സെമിനാറുകളിലൊക്കെ ചർച്ചാ വിഷയം കേരളത്തിൽ വലതുപക്ഷ ആശയങ്ങൾ മേൽക്കൈ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ്. അതിനെങ്ങനെ പ്രതിരോധിക്കും? നല്ല ഇടതുപക്ഷ ബലമുള്ള അടിത്തറയുള്ള കേരളത്തിൽ വലതുപക്ഷ ആശയങ്ങൾക്ക് വലിയ നിലയിൽ പ്രാമുഖ്യം ലഭിക്കുന്നു. AKBRF ജില്ലാ സെക്രട്ടറി IM സതീശൻ അധ്യക്ഷത വഹിച്ചു. AIRRBEA അഖിലേന്ത്യാ പ്രസിഡന്റ് C രാജീവൻ വിഷയാവതരണം നടത്തി. KGBOU ജില്ലാ സെക്രട്ടറി ശരത് മോഹൻ, ബെഫി ജില്ലാ പ്രസിഡന്റ് A രാമദാസ്, സെക്രട്ടറി പ്രവീൺ, S സുനിൽ, ബെഫി ഏരിയ സെക്രട്ടറി P സത്യമോഹൻ എന്നിവർ പ്രസംഗിച്ചു. 10-11 തീയതികളിൽ പാലക്കാട്ടാണ് സംസ്ഥാന സമ്മേളനം. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കാളപ്പാറ കാരക്കാട് തത്തംകോട് ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ആരംഭിച്ചു. അഗളൂർ രാധിക വിനോദാണ് യജ്ഞാചാര്യൻ. കവളപ്പാറ തത്തംകോട് ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. നാരദ പരീക്ഷ, കുചേലവൃത്തം, സന്താനഗോപാലം, ഉദ്ധവോപദേശം തുടങ്ങിയവയിൽ പാരായണം നടന്നു. അഗളൂർ രാധിക വിനോദാണ് യജ്ഞാചാര്യ. അപ്പോൾ എന്താണ് ധർമ്മം, ജ്ഞാനം, വൈരാഗ്യം എന്നിവയൊക്കെയാണ് സത്വഗുണത്തിന്റെ ഉറവിടങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ അണിമ, മഹിമ തുടങ്ങിയതായിട്ടുള്ള 8 വിധ ഐശ്വര്യങ്ങൾ ആ വിഷ്ണുവിനെ പൂർണ്ണമായിട്ടിരിക്കുന്നത് പറയുന്നു. അത് കേൾക്കുന്നവരുടെയും കീർത്തിക്കുന്നവരുടെയും മനസ്സിലെ മാലിന്യങ്ങളെ അപ്പപ്പോ കളയും. പിന്നെ പറയുന്നത് ബ്രാഹ്മണരെ കുറിച്ച് പറയാൻ, ആ ബ്രാഹ്മണര് ഭഗവാന് വളരെയധികം പ്രിയപ്പെട്ടവരാണ്. നിഷ്കാമരും ശാന്തന്മാരും ബുദ്ധിമാന്മാരുമായിട്ടുള്ള സജ്ജനങ്ങളെ ഭജിക്കേണ്ടത് വിഷ്ണുവിനെയാണ്. വിഷ്ണുവിൽ നിന്നും അല്പം പോലും വ്യത്യാസമില്ലാതാണ് ബ്രാഹ്മണര്. സത്വഗുണപ്രധാനികളാണ്, സത്വഗുണ സ്വരൂപികളായ വിഷ്ണുവിന്റെ അംശമാണ് അവര് എന്ന് പറയുന്നത്. കോഴിക്കോട് വാസുദേവൻ നമ്പൂതിരി, തൃപ്പാളൂർ ഉണ്ണികൃഷ്ണൻ എന്നിവർ സഹ ആചാര്യന്മാരാണ്. നിരവധി ഭക്തജനങ്ങൾ യജ്ഞത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 8-ന് വ്യാഴാഴ്ച യജ്ഞം സമാപിക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മണ്ണൂർ വിഷ്ണുമായ ക്ഷേത്രത്തിലെ താലപ്പൊലി ആഘോഷത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ വിവിധ പരിപാടികൾ അരങ്ങേറി. ചൊവ്വാഴ്ച രാത്രി കലാമണ്ഡലം ഈശ്വരനുണ്ണി അവതരിപ്പിച്ച ചാക്യാർ കൂത്ത് നടന്നു. ഞാൻ പറഞ്ഞൊക്കെ ചോദിച്ചാൽ വീട്ടിൽ അങ്ങ് ജനിച്ച കഥ അങ്ങനെ കേൾക്കുന്നതായി അങ്ങനെയൊക്കെ സത്യം എന്തെന്നാണ് ഞാൻ അറിയാം. ഇപ്പോ ഉത്സാഹിക്കൂ. ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ദൂരനായിട്ടുള്ള അങ്ങ് ലങ്കയിൽ പോയി ദേവിയെ കണ്ട് ദേവൻ നിർണയിച്ചിട്ട് മുദ്രാമോചനം ദേവിയുടെ പാതാരം നിങ്ങൾ സമർപ്പിച്ച് ആ വേണ്ട പോലെ സമാശ്വസനാക്കിയിട്ട് ദേവനെ സന്തോഷിപ്പിക്കൂ എന്ന് പറഞ്ഞപ്പോഴോ ഏറ്റവും സന്തോഷമായി. കാരണം തനിക്കിവിടെ വരാനും ഇത്രത്തോളം ആവാനും കാരണഭൂതൻ ചാക്യാർ കൂത്ത് കലാകാരനെ ഉണ്ണികൃഷ്ണസ്വാമി ആദരിച്ചു. ബുധനാഴ്ചയാണ് താലപ്പൊലി ഉത്സവം. ശബരിമല യാത്രയുടെ ഭാഗമായി മണ്ണൂർ തത്വമസി ഭജന സംഘത്തിന്റെ നേതൃത്വത്തിൽ കലൂരിൽ വിവിധ പരിപാടികൾ തുടരുന്നു. ശബരിമല യാത്ര വരെ വിവിധ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. എല്ലാ ദിവസവും വൈകിട്ട് 100ഓളം വരുന്ന സ്വാമിമാരുടെ ഒത്തുചേരലും ഭജനയും നടന്നു വരുന്നുണ്ട്. രാത്രിയിൽ എല്ലാവർക്കും ലഘുഭക്ഷണവും ഒരുക്കിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം രാത്രി നടന്ന ഗുരുസ്വാമി സംഗമം ഭക്തിസ്വാതന്ത്ര്യമായി. തുടർന്ന് ആചാര്യൻ ദിവ്യ കേരളശ്ശേരിയുടെ ഭക്തി പ്രഭാഷണവും ഉണ്ടായി. നമ്മുടെ ക്ഷേത്രങ്ങളും ഉത്സവങ്ങളും മാത്രമായി ചുരുങ്ങുന്നതിന് പകരം അവിടെ നടക്കുന്ന കാര്യങ്ങളുടെ ശാസ്ത്രീയമായ ഒരു വിളക്ക് കത്തിച്ചാൽ അതിന് ശാസ്ത്രീയമായ വശം എന്ത് എന്ന് ചോദിക്കുന്ന കുട്ടികൾ നമ്മുടെ ഇടയിൽ ഉണ്ടാകുന്നു. അങ്ങനെ ചോദിക്കുന്ന കുട്ടികൾ ഉണ്ടാകുമ്പോഴാണ് അതിന് മറുപടി കൊടുക്കാൻ. അതിനാണ് ക്ഷേത്രങ്ങളിൽ എന്ത് വേണം. ക്ഷേത്രം എന്ന് പറയുന്നതൊരു ഗ്രാമത്തിന്റെ ഹൃദയമാണ്. അവിടെ ശുദ്ധമായ രക്തം പുറത്തേക്ക് നമ്മുടെ ഹൃദയം ചെയ്യുന്നത് പോലെ ശുദ്ധമായ രക്തം, ശുദ്ധമായ വായു, ശുദ്ധമായ അന്തരീക്ഷം, ശുദ്ധമായ ഒരു സംസ്കാരം. എല്ലാ വർഷവും ശബരിമല ശാസ്താവിന്റെ തങ്കാങ്കി ശിരസിൽ എടുക്കുവാൻ ഭാഗ്യം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുസ്വാമി രമേശ് കേരളശ്ശേരിയെയും ആചാര്യൻ ദിവൈ കേരളശ്ശേരിയെയും ബാലൻ ഗുരുസ്വാമി എന്നിവരെയും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. തുടർന്ന് നടന്ന സർവ്വ ഐശ്വര്യപൂജയ്ക്ക് ദിവൈ കേരളശ്ശേരി നേതൃത്വം നൽകി. 100 കണക്കിന് ഭക്തർ പങ്കെടുത്തു. ബാലൻ ഗുരുസ്വാമിയാണ് ഗുരുസ്വാമി സംഗമത്തിനും ശബരിമല യാത്രയ്ക്കും നേതൃത്വം നൽകി വരുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തൃശൂർ ചൊക്കനയിൽ കാട്ടാനശല്യം രൂക്ഷം. ജനവാസ മേഖലയിൽ തുടർച്ചയായി ഒറ്റയാൻ ഇറങ്ങുന്നത് മൂലം തൊഴിലാളികൾ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ്. വെള്ളിക്കുളങ്ങര റേഞ്ചിലെ ഹാരിസൺ എസ്റ്റേറ്റിന് കീഴിലുള്ള
ചൊക്കന മേഖലയിലാണ് കാട്ടാന ശല്യം രൂക്ഷമായത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ജനവാസ മേഖലയിൽ തുടർച്ചയായി ഒറ്റയാനിറങ്ങുന്നത് മൂലം തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള നാട്ടുകാർ കടുത്ത ഭീതിയിലാണ്. ചൊക്കന ഗ്രൗണ്ടിന് സമീപമുള്ള തൊഴിലാളി ലയങ്ങൾക്ക് തൊട്ടടുത്താണ് പതിവായി കാട്ടാന എത്തുന്നത്. പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ ആന ജനവാസ മേഖലയിൽ നിലയുറപ്പിക്കുന്നത് ജനജീവിതത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. യാതൊരു ഭയപ്പാടുമില്ലാതെ വീടുകൾക്ക് മുന്നിൽ വിലസുന്ന ഒറ്റയാൻ പലപ്പോഴും നാട്ടുകാരെ ആക്രമിക്കാൻ മുതിരുന്നതായും പരാതിയുണ്ട്. കാട്ടാനപ്പേടി കാരണം പുലർച്ചെ ജോലിക്കിറങ്ങാനോ രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങാനോ കഴിയാത്ത സാഹചര്യമാണെന്ന് തൊഴിലാളികൾ പറയുന്നു. ലയങ്ങൾക്ക് പരിസരത്ത് ആന തമ്പടിക്കുന്നത് മൂലം നിത്യേനയുള്ള ആവശ്യങ്ങൾക്കായി പോലും പുറത്തിറങ്ങാൻ കഴിയാതെ ജനങ്ങൾ വീടിനുള്ളിൽ കഴിയേണ്ട അവസ്ഥയാണ്. വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നത് തടയാൻ വനാതിർത്തിയിൽ ട്രഞ്ച് നിർമ്മിക്കണമെന്ന് തൊഴിലാളികൾ ദീർഘകാലമായി ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അധികൃതരുടെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. എത്രയും പെട്ടെന്ന് ട്രഞ്ച് താത്തി ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികൾക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ലൈൻ മാറ്റി ABC ലൈനാക്കാൻ വേണ്ടി ആ പ്രദേശത്തെ ആളുകൾ കറണ്ട് പരാതി കൊടുത്തെങ്കിലും നാളിതുവരെയായിട്ട് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. കറണ്ട് പോയി ചിലപ്പോൾ ഒരു ദിവസം 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് ഈ പ്രദേശത്ത് വരുന്നത്. ഇത്രമാത്രം ആനകൾ വിളയാടി നടക്കുന്ന പ്രദേശത്ത് ഇതിനെ എത്രയും പെട്ടെന്നൊരു ശാശ്വത പരിഹാരം കണ്ടെത്തി തരണമെന്നാണ് പറയാനുള്ളത്. വനം വകുപ്പും എസ്റ്റേറ്റ് അധികൃതരും വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും ജനങ്ങളുടെ ജീവനും സുരക്ഷ ഉറപ്പാക്കണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പത്തിരിപ്പാല അഗളൂർ മൗണ്ട് സീന കോളേജിൽ ദ്വിദിന ദേശീയ സെമിനാർ ആരംഭിച്ചു. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി മലപ്പുറം ക്യാമ്പസ് ഡയറക്ടർ പ്രൊഫസർ എം ഷാഹുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. ജനറേഷൻ സെഡ് തലമുറയിലെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന രീതികളെക്കുറിച്ചും മാറ്റം വരേണ്ട പാഠ്യപദ്ധതി പരിഷ്കാരം സംബന്ധിച്ചും ബോധവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായാണ് മൗണ്ട് സീന ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ നേതൃത്വത്തിൽ 2 ദിവസത്തെ ദേശീയ സെമിനാർ സംഘടിപ്പിക്കുന്നത്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി മലപ്പുറം ക്യാമ്പസ് ഡയറക്ടർ പ്രൊഫസർ എം ഷാഹുൽ ഹമീദ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. Now, what new we are giving as a teacher, as a resource person? Now, all these papers are challenged. What the papers are for 2 days you are going to present. It's a challenge. The Gen Z know the answer. They know what you are going to present. What differently is? What different sources of language we can take? What we can give to them. So we can see we have all our students in national and in international. In the markets, they are competent to survive there, and they are competent with. Now you see Kerala, where they are all over India. In any country, in any state. മൗണ്ട് സീന ഗ്രൂപ്പ് വൈസ് ചെയർമാൻ ഹമീദ് വാണിയമ്പലം അധ്യക്ഷത വഹിച്ചു. പാലക്കാട് IIT മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വകുപ്പിലെ പ്രൊഫസർ ശാന്തകുമാർ മോഹൻ മുഖ്യപ്രഭാഷണം നടത്തി. മൗണ്ട് സീന സെക്രട്ടറി KB അബ്ദുൾ റഹ്മാൻ, ഡയറക്ടർ CKM മനാഫ്, മാനേജ്മെൻറ്റ് കമ്മിറ്റി മെമ്പർമാരായ ഷംസുദ്ദീൻ, അബ്ദുൽ ഗഫൂർ, കോളേജ് PTA പ്രസിഡന്റ് ഷൗക്കത്ത് ഷഹീൻ, മൗണ്ട് സീന ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ ഡയറക്ടർ NP മുഹമ്മദ് റാഫി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കേരള മുസ്ലിം ജമാഅത്ത് കേരളയാത്രയ്ക്ക് ജനുവരി 9 ഒറ്റപ്പാലത്ത് സ്വീകരണം നൽകും. ജില്ലാ സ്വീകരണ സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മനുഷ്യർക്കൊപ്പമെന്ന പ്രമേയത്തിൽ കേരള മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന കേരളയാത്രയുടെ പാലക്കാട് ജില്ലയിലെ സ്വീകരണ സമ്മേളനമാണ് ജനുവരി 9 ഒറ്റപ്പാലത്ത് നടക്കുന്നത്. ജനുവരി 9 വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് ജില്ലാതിർത്തിയായ പ്ലോമന്തോളിൽ യാത്ര ജില്ലയിലേക്ക് പ്രവേശിക്കും. 313 സെന്റിനറി ഗാർഡ് അംഗങ്ങളുടെ അകമ്പടിയോടെ യാത്രയെ ജില്ലയിലേക്ക് സ്വീകരിക്കും. തുടർന്ന് കൊപ്പത്ത് സ്നേഹസംഗമത്തിൽ പങ്കെടുക്കും. ശേഷം പട്ടാമ്പി വഴിയാണ് ഒറ്റപ്പാലം മർക്കസിലെത്തുക. വൈകിട്ട് 4:30 ഈസ്റ്റ് ഒറ്റപ്പാലത്ത് നിന്ന് വൻ റാലി ആരംഭിക്കും. സെന്റിനറി ഗാർഡ് അംഗങ്ങളുടെ അകമ്പടിയോടെ ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ള
സമ്മേളന നഗരിയിൽ ജാഥ പ്രവേശിക്കും. സ്വീകരണ സമ്മേളനം സമസ്ത കേന്ദ്ര മുശാവറ അംഗം KP മുഹമ്മദ് മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മത, സാമൂഹ്യ, രാഷ്ട്രീയ ഭരണരംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുക്കും. 5 മണിക്ക് തന്നെ ബഹുമാന്യനായ മന്ത്രി MP രാജേഷാണ് പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ അംഗമാകുന്ന KP മുഹമ്മദ് മുസ്ലിയാർ കൊമ്പം അധ്യക്ഷത വഹിക്കും. മറ്റു ഒട്ടനവധി രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലകളിലെ വ്യക്തിത്വങ്ങൾ അതിൽ പങ്കെടുക്കുന്നുണ്ട്. പാലക്കാടിൻ്റെ MP ശ്രീകണ്ഠൻ, ഒറ്റപ്പാലം MLA പ്രേംകുമാർ, ഷൊർണൂർ MLA മമ്മിക്കുട്ടി, പട്ടാമ്പി MLA മൊഹ്സിൻ, പ്രാസ്ഥാനിക രംഗത്ത് നിന്ന് ജില്ലാ നായകന്മാർക്ക് പുറമെ വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി, അതുപോലെ സയ്യിദ് ജമലുൽ തങ്ങൾ തുടങ്ങിയ നേതാക്കളുണ്ട്. പ്രാസ്ഥാനിക നേതാക്കൾ വേറെയും ഒട്ടനവധി ആളുകളുണ്ട്. ഈ ആളുകളെല്ലാം കൂടുന്നതാണ് നമ്മുടെ പരിപാടി. വാർത്താ സമ്മേളനത്തിൽ NK സിറാജുദ്ദീൻ ഫൈസി വല്ലപ്പുഴ, ഷൗക്കത്ത് ഹാജി കാരക്കുറിശി, MV സിദ്ദിഖ് സഖാഫി ഒറ്റപ്പാലം, റഷീദ് അഷ്റഫി ഒറ്റപ്പാലം, അബൂബക്കർ അവണക്കുന്ന്, മുഹമ്മദ് റിനീഷ് ഒറ്റപ്പാലം, അബ്ദുൽ നാസർ സാവരി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പാലക്കാട് കാടാങ്കോട് ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ജനുവരി 9 മുതൽ 3 ദിവസങ്ങളിലായി നടക്കും. ക്ഷേത്രം തന്ത്രി ഏറാഞ്ചേരി മന പ്രസാദ് നമ്പൂതിരിയുടെയും മേൽശാന്തി അയ്യരുടെയും മുഖ്യ കാർമ്മികത്വത്തിലായിരിക്കും ചടങ്ങുകളെന്ന് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 9 രാവിലെ നാമസങ്കീർത്തനത്തോടെ പരിപാടികൾക്ക് തുടക്കം കുറിക്കും. വൈകിട്ട് സോപാന സംഗീതവും തുടർന്ന് രാത്രി നൃത്തനൃത്യങ്ങളും നടക്കും. 10 രാവിലെ ദേവീ മഹാത്മ്യം പാരായണവും പ്രഭാഷണവും വൈകിട്ട് മെഗാ ഗാനമേളയും ഉണ്ടാകും. 11 വൈകിട്ട് എഴുന്നള്ളത്ത് നടക്കും. മണപ്പുള്ളിക്കാവ് ക്ഷേത്രാങ്കണത്തിൽ നിന്ന് ആരംഭിക്കുന്ന എഴുന്നള്ളിപ്പ് കാടാങ്കോട് ദേവീക്ഷേത്ര സന്നിധിയിൽ സമാപിക്കും. 3 ദിവസങ്ങളിലും പ്രസാദവൂട്ടുണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ജനുവരി 9 വെള്ളിയാഴ്ച കാലത്തൊരു നാമസങ്കീർത്തനമുണ്ട്. ഭജൻ ശ്രീ ശങ്കര ആനിക്കോട് മറ്റ് അഞ്ചുമൂർത്തി മംഗലത്തിലുള്ളവരാണ് നടത്തുന്നത്. പിന്നെ വൈകുന്നേരം താര കല്ലേപ്പുള്ളിയിലെ താര സോപാന സംഗീതം നടത്തുന്നുണ്ട്. പിന്നെ വൈകുന്നേരം നൃത്തനൃത്യങ്ങൾ, അത് മധുരം നാട്യകലാശാസ്ത്രം എന്ന് പറഞ്ഞിട്ടുള്ളൊരു തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ്. പിന്നെ വൈകുന്നേരം 8:30 സമീപത്തുള്ള പ്രദേശവാസികളുടെ നൃത്തനൃത്യങ്ങളുണ്ട്. പിന്നെ പിറ്റേ ദിവസം 10 തീയതി ദേവീ മഹാത്മ്യ പാരായണവും പ്രഭാഷണവും ഉണ്ട്. അതിൽ ആചാര്യൻ സ്വാമി കൃഷ്ണാനന്ദ സരസ്വതിയാണ് അത് അവതരിപ്പിക്കുന്നത്. പിന്നെ വൈകുന്നേരം 7 മണിക്ക് ഫ്ലവേഴ്സ് TV ഫെയിമിലെ മ്യൂസിക്കൽ വൈഫ് വിന്നറിൽ പങ്കെടുത്ത് വിന്നറായ ശ്രുതി S ബാബു നയിക്കുന്ന മെഗാ ഗാനമേളയുണ്ട്. വാർത്താ സമ്മേളനത്തിൽ സെക്രട്ടറി P ഗോപാലകൃഷ്ണൻ, പ്രസിഡന്റ് V മോഹൻ, ചെയർമാൻ M വിനോദ്, കൺവീനർ M അപ്പുകുട്ടൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മാറ്റുലി. തദ്ദേശ സ്ഥാപനങ്ങളുടെ ജാഗ്രത കുറവാണ് തെരുവുനായ്ക്കൾ പെരുകാൻ കാരണമെന്ന ആക്ഷേപം പലരും ഉയർത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഈ അഭിപ്രായമുണ്ടോ? തെരുവുനായ്ക്കളെ നിയന്ത്രിക്കുന്നതിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് എന്ത് പങ്കുവഹിക്കാനാകും? മാറ്റുലിയിലേക്ക്. നമ്മൾ റോട്ടിലെ പട്ടികൾക്ക് ഒരു ക്ലാസ് എടുത്തു കൊടുക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ തെരുവുനായ ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ടാണ് നമ്മുടെ ഉദ്യോഗസ്ഥരൊക്കെ മുന്നോട്ട് പോകുന്നത്. ABCയും അതുപോലെ വന്ധീകരണവും ഒക്കെ നന്നായി നടത്താൻ കഴിയുന്ന സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ മനുഷ്യൻ്റെ ജീവന് പട്ടിയുടെ വില പോലും കൊടുക്കാത്ത ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെയാവണം നമ്മൾ പ്രതിഷേധം ഉയരേണ്ടത്. അതിനെതിരെ നമ്മളൊക്കെ തെരുവിലിറങ്ങി തന്നെ പ്രതിഷേധിക്കും തീർച്ചയായിട്ടും. കാരണം തദ്ദേശ സ്ഥാപനങ്ങൾ അതിന് വളരെ ക്രിയാത്മകമായ രീതിയിൽ തന്നെ ഒരു മുന്നോട്ട് പോക്കുണ്ടാവണം. കാരണം ആളുകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മുടെ നാടിൻ്റെ പോക്ക്. മാറ്റൊലി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ജുവൽ ഹട്ട്, ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എസ് അജയകുമാറിനെ തള്ളി CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തെ സെക്രട്ടറി തള്ളിപ്പറഞ്ഞത് CPIക്കും ബിനോയ് വിശ്വത്തിനുമെതിരെ മണ്ണൂരിൽ അജയകുമാർ നടത്തിയ പരാമർശം വിവാദമായതോടെ CPMും CPIയും സഹോദര തുല്യമായാണ് സഹകരിക്കുന്നതെന്നും അജയകുമാർ പ്രസംഗത്തിന്റെ ആവേശത്തിൽ പറഞ്ഞുപോയതാകാമെങ്കിലും അത്തരം പരാമർശങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും EN സുരേഷ് ബാബു. തദ്ദേശ സ്ഥാപനങ്ങളിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ രൂപീകരണം പുരോഗമിക്കുന്നു. ഒറ്റപ്പാലം നഗരസഭയിലെ 6-ൽ 5 സ്ഥിരം സമിതികളിലും CPMന് ഭൂരിപക്ഷം. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പിടിച്ചെടുത്ത് BJP. ഷൊർണൂരിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയായില്ല. ധനകാര്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതികളിലേക്ക് നോമിനേഷൻ വരാത്ത സാഹചര്യത്തിൽ വ്യാഴാഴ്ച തെരഞ്ഞെടുപ്പ് നടത്തും.
മദ്യത്തിന് പേരിടൽ മത്സരം ചട്ടലംഘനമെന്ന് ഗാന്ധി ദർശൻ സമിതി. പരസ്യം പിൻവലിച്ച് എക്സൈസ് മന്ത്രി MP രാജേഷ് മാപ്പ് പറയണം. പാലക്കാട്ട് സമിതിയുടെ പ്രതിഷേധ സംഗമം. പനമണ്ണ ഇത്തിയാൻ മലയിലെ ക്വാറി പ്രവർത്തനത്തിനെതിരെ ജനകീയ സമിതി. ക്വാറി പ്രവർത്തനം ജീവനും സ്വത്തിനും ഭീഷണിയെന്ന് സമിതി ഭാരവാഹികൾ. ക്വാറിയിലേക്ക് ബഹുജന മാർച്ച്. അടാട്ട് അമ്പലക്കാവിൽ അമ്മയെയും 5.5 വയസ്സുകാരനായ മകനെയും വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് 30 വയസ്സുള്ള ശില്പ, മകൻ അക്ഷിജിത്ത് എന്നിവർ. കുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം അമ്മ ജീവനൊടുക്കിയതാണെന്ന് പ്രാഥമിക നിഗമനം. ഷൊർണൂർ കവളപ്പാറയിൽ നിയന്ത്രണം വിട്ട കാറിടിച്ച് ഒരാൾക്ക് പരിക്ക്. വടക്കാഞ്ചേരി സർവോദയം സ്കൂളിൽ കടന്നൽ ആക്രമണം. 14ഓളം വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. പാലക്കാട് നഗരത്തിലെ തിരക്കേറിയ ഹോട്ടലിൽ നിന്ന് വില കൂടിയ മൊബൈൽ ഫോൺ കവർന്ന യുവതി അറസ്റ്റിൽ. പിടിയിലായത് 30-കാരിയായ കൽപ്പാത്തി സ്വദേശിനി വിദ്യ അമ്പാൾ. പ്രതി കുടുങ്ങിയത് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിൽ. PROയ്ക്കെതിരായ പരാതി പൂഴ്ത്തിവെച്ച് ഗുരുവായൂർ ദേവസ്വം. ദേവസ്വം അധികൃതർ പൂഴ്ത്തിവെച്ചത് മാധ്യമപ്രവർത്തകർക്ക് വിവരങ്ങൾ നൽകാത്തതിനെതിരെ പ്രസ് ക്ലബ് നൽകിയ പരാതി. ഇപ്പോഴും ദേവസ്വം PRO വിവരങ്ങൾ കൈമാറുന്നത് ഒരു വിഭാഗം മാധ്യമപ്രവർത്തകർക്ക് മാത്രം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.